നമസ്കാരം. UDF-ൽ മുഖ്യമന്ത്രിയാകാൻ KC വേണുഗോപാലാണ് യോഗ്യനെന്ന് ഭൂരിഭാഗം MP-മാരും നിയുക്ത MLA-മാരും അവകാശപ്പെടുമ്പോൾ, അവർ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ആരാണ് ഇതിന് വട്ടം നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് VD സതീശൻ KC വേണുഗോപാലിനെ വെട്ടാൻ ശ്രമം നടത്തുന്നത്? സത്യത്തിൽ ആർക്ക് അനുകൂലമായിട്ടുള്ള തരംഗമാണ് കേരളത്തിലുള്ളത്? നമുക്ക് പരിശോധിക്കണ്ടേ? സത്യത്തിൽ KC വേണുഗോപാൽ എന്ന് പറയുന്ന ആ കിങ് മേക്കർ തന്നെയാണ് മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ എന്നാണ് എന്തായാലും കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നിയുക്ത MLA-മാരും MP-മാരും ഒക്കെ പറയുന്നത്. ഹൈക്കമാൻഡിന് തീരുമാനം വരാൻ പോകുന്നതും KC വേണുഗോപാലിന് അനുകൂലമായി തന്നെയാകും. AICC ഇവിടെ വന്ന് നടത്തിയ ആ അന്വേഷണത്തിൽ അവർ ശേഖരിച്ച അഭിപ്രായങ്ങളിൽ മുകുൾ വാസ്നിക്കിന്റെ കയ്യിലുള്ള പട്ടികയിൽ KCക്ക് അനുകൂലമായ ഒരു തരംഗമാണ് ഉള്ളത്. KCക്ക് അനുകൂലമായ റിപ്പോർട്ടുകളാണ് ഈ നിയുക്ത MLA-മാരും അതുപോലെ തന്നെ പല MP-മാരും ഒക്കെ ഇതിനോടകം തന്നെ കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായി അറിയാവുന്ന ആളാണ് VD സതീശൻ. പിന്നെ എന്തുകൊണ്ടാകും ഒരിക്കലും നടക്കില്ല എന്നറിഞ്ഞിട്ടും VD സതീശൻ ഇങ്ങനെ UDF-നെ പ്രതിരോധത്തിലാക്കുന്നത് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും. അത് വളരെ വിശദമായി തന്നെ പറയാം. അതായത് VD സതീശൻ എന്ന് പറയുന്ന വ്യക്തിക്കും അറിയാം, താൻ പണിയെടുത്തത് കൊണ്ടല്ല, തന്റെ ബ്രെയിൻ പ്രവർത്തിച്ചത് കൊണ്ടല്ല UDF അധികാരത്തിൽ വന്നതെന്ന്. സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് KC വേണുഗോപാലാണ്. അധികാരമോഹികളായ ഒരു പറ്റം ആളുകളെ അദ്ദേഹത്തിന് പിടിച്ചു നിർത്താനും എണ്ണയിട്ടതുപോലെ പണിയെടുപ്പിക്കാനും കഴിഞ്ഞു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ഭാഗം. VD സതീശനെ പോലുള്ള വ്യക്തികളൊക്കെ മുഖ്യമന്ത്രി കസേര കണ്ടാണ് ഈ പണിയെടുക്കുന്നതെന്ന് മനസ്സിലാക്കിയ KC വേണുഗോപാൽ മുഖ്യമന്ത്രി കസേര താൻ നോക്കുന്നേയില്ല, തനിക്ക് ആ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാനേ താല്പര്യമില്ല എന്ന് നടത്തിയ പ്രതികരണമാണ് ഇതിലെ ആദ്യമായി എടുത്തു പറയേണ്ടത്. KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയേക്കില്ല, മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ആകണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെയാണ് ഈ VD സതീശനടക്കമുള്ള ആളുകൾ എന്നാൽ ഇനി എളുപ്പമായല്ലോ മുഖ്യമന്ത്രിയാകാൻ, അതുകൊണ്ട് ഇനി എന്ത് പണിയെടുത്തും ഇവിടെ UDF-നെ ജയിപ്പിക്കണം എന്ന രീതിയിൽ പണിയെടുത്തു തുടങ്ങിയത്. അപ്പോൾ KC വേണുഗോപാലാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് നിയുക്ത MLA-മാർക്കും ഒപ്പം MP-മാർക്കും അറിയാം. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ VD സതീശന്റെ റൈറ്റ് ഹാൻഡ് ആണല്ലോ ഷാഫി പറമ്പിൽ. VD സതീശന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അരുമ ശിഷ്യനാണല്ലോ രാഹുൽ മാങ്കൂട്ടം. ഇവരൊക്കെ എന്തുകൊണ്ടാണ് VD സതീശനെ പിന്തുണയ്ക്കാത്ത? ഒരു ഫേസ്ബുക്കിൽ പോലും ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ക്യാപ്റ്റൻ, കപ്പിത്താൻ, ഈ പട നയിച്ചവൻ VD സതീശനാണെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് ഒരു പോസ്റ്റ് പോലും ഇടാത്തത്? നമുക്കറിയാം, ഷാഫി പറമ്പിലൊന്നും ഒരു ഗ്രൂപ്പിലും പെട്ട ഒരാളല്ല. പക്ഷെ അദ്ദേഹം ഒരു ഗ്രൂപ്പിൽ പെട്ട ഒരാളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി VD സതീശൻ പക്ഷം ശ്രമം നടത്തുകയാണ്. കോൺഗ്രസിനകത്ത് തന്നെ ഒരു ക്രൗഡ് പുള്ളറാണ് ഷാഫി പറമ്പിൽ എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിലിനെ പോലുള്ള ആളുകളൊക്കെ എടുക്കുന്ന നിലപാട് അത് KCക്ക് അനുകൂലമായ നിലപാടാണെന്നും VD സതീശനെ പിന്നിൽ നിന്ന് കുത്തുന്ന കട്ടപ്പ നിലപാടാണെന്നും ഒക്കെ വരുത്തി തീർക്കാൻ വേണ്ടി VD സതീശൻ തന്നെ ശ്രമം നടത്തുകയാണ്. VD സതീശൻ പക്ഷം തന്നെ ശ്രമം നടത്തുകയാണ്. VD സതീശൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പല നീക്കങ്ങളും UDF-ന് വളരെ ദോഷകരമായി മാത്രമേ ബാധിക്കുകയുള്ളൂ. VD സതീശന് മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല എന്ന് കാണുമ്പോൾ UDF-നെ കേരളത്തിൽ മാക്സിമം പ്രതിരോധത്തിലാക്കുക എന്ന ഒരു ലക്ഷ്യം വെച്ചാണ് VD ഇപ്പോൾ പല കളികളും കളിക്കുന്നത്. VD അനുയായികളെ തെരുവിലേക്ക് ഇറക്കി വിട്ടിരിക്കുകയാണ്. ഹൈക്കമാൻഡ് ഫ്ലെക്സ് വെക്കരുതെന്ന് ആവശ്യപ്പെടുമ്പോഴും അതൊക്കെ മറികടന്ന് ഫ്ലെക്സ് യുദ്ധം തുടരുകയാണ്. VDക്ക് അനുകൂലമായ ഫ്ലെക്സുകൾ വരുന്നു. KCയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് പല ഫ്ലെക്സുകൾ വെക്കുന്നു. ഇതൊക്കെ ആർക്ക് ഗുണം ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇത് ആർക്കും ഗുണം ചെയ്യില്ല, ഇത് UDF-ന് ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ്. KC വേണുഗോപാലിനെതിരെ നടക്കുന്ന എല്ലാ ആക്രമണങ്ങളുടെയും എല്ലാ രീതിയിലുള്ള അപകീർത്തികരമായിട്ടുള്ള ഫ്ലെക്സുകളുടെയും ഒക്കെ പിന്നിൽ VD സതീശന്റെ കൈകളാണ്. അല്ലെങ്കിൽ VD സതീശന് പറയാമല്ലോ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന്. പക്ഷെ VD സതീശന് അനങ്ങുന്നില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇപ്പോൾ പുതിയൊരു രീതിയിലുള്ള കളികൾ കൂടി നടന്നിട്ടുണ്ട്. അതായത് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ പുതിയ നമ്പർ, അതായത് VD സതീശൻ അനുയായികളെ ഇറക്കി വിടുന്നു. എന്നിട്ട് VD സതീശൻ അനുഭാവികളായിട്ടുള്ള ചില MLA-മാരെയും MP-മാരെയും ഒക്കെ ഇവർ തടഞ്ഞു നിർത്തുന്നു. ശേഷം നിങ്ങൾ ആർക്കൊപ്പമാണെന്ന് ചോദിക്കുന്നു. അവർ ഞങ്ങൾ VDക്കൊപ്പമാണെന്ന് പറയുന്നു. ഈ വീഡിയോ എടുക്കുന്നു, മാധ്യമങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നു. VD അനുകൂല വലതുപക്ഷ ചില മാധ്യമങ്ങൾ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഹൈക്കമാൻഡ് കണ്ടിട്ട് അയ്യോ VDക്കൊപ്പമാണല്ലോ ആളുകൾ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി VD സതീശൻ എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കണം. ഇതാണ് VD സതീശന്റെ തന്ത്രം. ആദ്യം തന്നെ നമുക്ക് അത്തരത്തിലുള്ള 2 വീഡിയോകൾ കാണാം. ഒന്ന് സജീന്ദ്രൻ എന്ന് പറയുന്ന നിയുക്ത MLA-യും 2 ചാലക്കുടി MP ബെന്നി ബെഹനാനെയും പ്രവർത്തകർ തടഞ്ഞു നിർത്തുന്നതും ശേഷം അവർ VDക്കൊപ്പം എന്ന് പറഞ്ഞൊക്കെ പോകുന്ന ചില നാടകീയമായിട്ടുള്ള സംഭവങ്ങളാണ് വീഡിയോയിലുള്ളത്. ആദ്യം അതൊന്ന് കണ്ടു നോക്കാം. നാളെ മറ്റന്നാളെ നമുക്ക് എല്ലാം തീരുമാനമായി കാണും. അറിയാൻ മേലെ പേടിക്കല്ലേ ആൾക്കാർ
അവര് തീരുമാനം എംപിമാർക്ക് ഞങ്ങൾ പറഞ്ഞത് പോകാനായിട്ട് പറഞ്ഞു ഞങ്ങൾ ഒരുപാട് യുവാക്കള് സാറിന് തന്നെ അറിയാം. എന്തായാലും സാറിന്റെ ഒരു നിലപാട് ഞങ്ങൾക്ക് അറിയണം. കാരണം ഞങ്ങളുടെ എം പിയാണ്. ഞങ്ങളൊക്കെ സംസാരിച്ച് ഇവരോട് തന്നെ പറഞ്ഞു നിങ്ങളെന്തോ സംസാരിക്കണം ഞങ്ങളെ വിട്ടിരിക്കും. കാരണം വേറെ ഒന്നുമല്ല കാരണം ഞാൻ മത്സരിക്കണമെന്ന് ആദ്യം പറഞ്ഞ ജനങ്ങളുടെ മുമ്പിലെ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളിതൊന്നും ആഗ്രഹിച്ചു നടക്കുന്ന ആൾക്കാരല്ല. നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. നമ്മളെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എംപിമാര് മത്സരിക്കുന്ന ആദ്യം നിങ്ങൾക്കെതിരെ തീരുമാനം ഞങ്ങൾ പറയും നോക്കൂ, എത്ര നാടകീയമായിട്ടുള്ള സംഭവങ്ങളാണ് ആ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് അല്ലേ. എന്തായാലും വി ഡി സതീശൻ എന്ന് പറയുന്ന ആ ഒരു നേതാവ് LDFനെ താഴെയിറക്കാൻ ഏതൊക്കെ രീതിയിലുള്ള തന്ത്രങ്ങളാണോ പയറ്റിയത്, അത്തരത്തിലുള്ള തന്ത്രങ്ങൾ, കുതന്ത്രങ്ങൾ, ചില വ്യാജനടികളൊക്കെ പ്രയോഗിച്ചുകൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി കസേര തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് കാണുമ്പോൾ അമ്പേ പരാജയമാണല്ലോ വി ഡി സതീശൻ എന്ന് പറഞ്ഞു പോവുകയാണ്. പക്ഷെ വി ഡി സതീശന്റെ ഈ ഒരു തന്ത്രത്തിൽ, ഈ ഒരു രീതിയിലുള്ള നീക്കത്തിൽ പല കോൺഗ്രസ് നേതാക്കളും പല പ്രവർത്തകരും ഒക്കെ വീണുപോയി എന്നുള്ളതാണ്. ആ വീണുപോയ പാവങ്ങളാണ് വി ഡി സതീശന് വേണ്ടി ശബ്ദമുയർത്തുന്നത്. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നോക്കൂ, MPമാരും ഭൂരിഭാഗം MLAമാരും വി ഡി സതീശൻ വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിലെന്തോ ഇല്ലേ, അത് ചിന്തിക്കേണ്ടതില്ലേ. പക്ഷെ അത് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ വി ഡി സതീശൻ ആർമി അഴിഞ്ഞാടിക്കൊണ്ട് ഇവിടെ ഒരു വി ഡി തരംഗമാണെന്ന് വരുത്തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു. KC അനുകൂലിക്കുന്ന ആളുകളുടെ ഫേസ്ബുക്കിൽ പോയി വളരെ മോശമായിട്ടുള്ള കമന്റുകൾ ഇടുന്നു. ഇന്നലെ KC വേണുഗോപാലിന്റെ ഫേസ്ബുക്കിൽ പോയി തനിക്ക് ചത്തുകൂടെ എന്ന് പോലും പല പ്രവർത്തകരും പറയുന്ന കാഴ്ച കണ്ടു. എത്ര മോശമായിട്ടുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ വി ഡി സതീശൻ വട്ടം നിൽക്കുന്നത് കൊണ്ട് ഭരണസ്തംഭനമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഇത്രയും ഒരാഴ്ച കഴിയുമ്പോഴും മുഖ്യമന്ത്രി ആരാണെന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ പോകുന്നു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയാതെ പോകുന്നു. വോട്ട് ചെയ്ത ജനങ്ങൾ പോലും പറയുന്നു UDF വോട്ട് ചെയ്തത് വലിയ അബദ്ധമായി പോയി എന്ന് പറയുന്നു. ഇതിലും എത്രയോ ഭേദമായിരുന്നു LDF സർക്കാർ എന്ന് പറയുന്നു. UDFനെ ഇനി ജീവിതത്തിൽ ജയിപ്പിക്കില്ല എന്ന് പറയുന്നു. സ്വന്തം പ്രവർത്തകർ പോലും പറയുകയാണ്. നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. പല നേതാക്കളും പറയുന്നു. അതായത് ഈ മുഖ്യമന്ത്രി ചർച്ച നീളുന്നതും ഇത്തരത്തിൽ ഭരണസ്തംഭനം ഒക്കെ തുടരുന്നതും ഒക്കെ UDFന് ദോഷം ചെയ്തു എന്ന് പറയുന്നു. സണ്ണി ജോസഫ് അടക്കം KPCCയുടെ അധ്യക്ഷനടക്കം ഈ കാര്യത്തിൽ അതായത് തെറ്റ് സംഭവിച്ചു എന്ന് തുറന്നു പറയേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുന്നു. ഇനി ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി കസേര വേണം അല്ലെങ്കിൽ ഞാൻ രാജിവെക്കുമെന്ന് പറയുന്നത് എന്ന കാര്യം കൂടി പരിശോധിക്കാം. വേറൊന്നും കൊണ്ടല്ല, വി ഡി സതീശന് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ കിട്ടാനുള്ള സാധ്യത ഏതെങ്കിലും ഒട്ടിലൊടുക്ക് വകുപ്പുകളാണ്. പക്ഷേ വി ഡി സതീശന് മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെങ്കിലും അദ്ദേഹത്തിന് ആകണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടാനാണ് സാധ്യത. രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തര വകുപ്പിൽ ഇങ്ങനെ നോട്ടമിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വി ഡി സതീശന് എന്തായാലും മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല എന്നറിയാം. പക്ഷേ ഇവിടെ വി ഡിക്ക് വേണ്ടി ഒരു തരംഗമുണ്ടെന്ന് കണ്ടാൽ ഹൈക്കമാൻഡ് ഒരു പക്ഷെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആക്കിയാലോ എന്നാണ് വി ഡി സതീശൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ വി ഡി മറ്റൊരു രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വി ഡിക്ക് ഒരു കാര്യം മനസ്സിലായിരിക്കുന്നു, ആഭ്യന്തര വകുപ്പും തനിക്ക് കിട്ടില്ല എന്ന്. അതുകൊണ്ടാണ് വി ഡി പറയുന്നത് ഞാൻ വേണമെങ്കിൽ പറവൂരിൽ രാജിവെക്കാമെന്നും പറവൂരിൽ എന്നിട്ട് KC വേണുഗോപാൽ മത്സരിക്കട്ടെ എന്നും ഇവിടുന്ന് മത്സരിച്ച് അദ്ദേഹം ജയിക്കട്ടെ എന്നും ഒക്കെ വി ഡി സതീശൻ പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുമ്പോഴും തനിക്ക് ഒരു അനുകൂലമായ സഹതാപ തരംഗം ഇവിടെ ആഞ്ഞടിക്കണമെന്ന് വി ഡി സതീശൻ ആ പ്രതികരണങ്ങളിൽ പോലും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ വി ഡിക്ക് അനുകൂലമായ ഒരു തരംഗവും ഇവിടെ ഇല്ല. ഒരു പ്ലാസ്റ്റിക് സ്വഭാവത്തിലുള്ള വി ഡി തരംഗമാണ് ഇവിടെ വി ഡി സതീശൻ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഒരു സഖാക്കളും വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നും KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്നും രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണമെന്നും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ മുഖ്യമന്ത്രിയാക്കണമെന്നൊന്നും പറഞ്ഞു ഇവിടെ വരുന്നില്ല എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ്. അത് രാഷ്ട്രീയ മാന്യതയാണ്. UDFന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള അധികാരം അത് അവർക്കാണുള്ളത് എന്നാണ് LDF പോലും പറയുന്നത്. ഇന്നലെ തന്നെ LDFന്റെ കൺവീനർ പോലും മാധ്യമങ്ങളോട് നൽകിയ പ്രതികരണം അതാണ്. അതുകൊണ്ട് വളരെ മാന്യമായി തന്നെ സഖാക്കൾ ഇതിൽ ഇടപെടുന്നു. പക്ഷേ ഈ സംസ്ഥാനത്തിന്റെ ഭരണം ഏറ്റെടുക്കാൻ UDF വൈകുന്നത് തീർത്തും അപലപനീയമെന്ന് പറഞ്ഞു വെക്കുകയാണ്. അമ്പേ പരാജയമായി മാറുന്ന UDF അധികാരത്തിലേക്ക് UDF കാലെടുത്ത് വെച്ച് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുമെന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ജനങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.